ഹായ് ഫ്രണ്ട്സ്, DD വ്ലോഗർ ധ്യാനദക്ഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ഈ കാണുന്നത് സ്പയാങ്കിളാണ് കേട്ടോ. അതായത് നമ്മുടെ ലവ് ബേർഡ്സിൽ കുറച്ചും കൂടെ വലിപ്പം കൂടിയ ബേർഡാണ് സ്പയാങ്കിള്. അതിന് കുറച്ച് പ്രത്യേകതകളും ഒക്കെ ഉണ്ട്, ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ്ട് ബ്ലൂ കളറ് സ്പയാങ്കിൾ ഇരിക്കുന്നു, കണ്ടില്ലേ. പിന്നെ ഇതാ ഞങ്ങളുടെ കൂട്ടിലെ രാജാവെന്ന് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കോക്ടെയിലാണ് കേട്ടോ. അവനൊരു തുപ്പിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതാണേ. കണ്ടോ, അവൾ മുട്ടയിട്ടിരിക്കുവാണ്. അവളുടെ തുണ ആ ബോക്സിലുണ്ടേ. ഇത് നമ്മുടെ സാധാരണ റെഡ് ഐ ലവ് ബേർഡ്സ് ആണ് കേട്ടോ, വൈറ്റ് കളറ്. അവർ മുട്ടയിട്ടിട്ടിരിക്കുകയാണ്, മുട്ടയിട്ട് കുഞ്ഞുണ്ടായിരിക്കുവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ. സോറി, ഞാൻ വെട്ടില്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാം, നിങ്ങളെ വെട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വെട്ടു ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോണേ. കണ്ടില്ലേ, ഒരു കണ്ണ് തുറന്നിട്ടില്ല. അവരുടെ കൂടൊന്ന് ക്ലീൻ ചെയ്യണം അല്ലേ, ചെയ്യണം തന്നെ. കണ്ടോ, ഇനിയാണ് ഇപ്പുറത്തെ ഒരു കൂടുണ്ട്. ആ കൂട്ടിലും 2 യെല്ലോ സ്പയാങ്കിളാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടില്ലേ, ഇത് യെല്ലോ സ്പയാങ്കിളാണേ. ഞാനിനി സെപ്പറേറ്റ് ഒരു 2 ജോഡി സ്പയാങ്കിളിനെ ഇട്ടിട്ടുണ്ട്. ഞാൻ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ പ്രത്യേകതയും കൂടെ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ സ്പയാങ്കിള്. ഇപ്പോൾ 3 പേരെ നിങ്ങൾ കണ്ടുള്ളൂ, ഒരാൾ ആ ബോക്സിലുണ്ട് കേട്ടോ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാധാരണ ലബനേക്കാളും കുറച്ചും കൂടെ വലിപ്പമുണ്ട്. പിന്നെ ഇവരുടെ സൗണ്ടും വ്യത്യാസമായിരിക്കും. പിന്നെ ഇവരുടെ ചിറകിൽ പെൻസിൽ ഡ്രോയിങ് പോലെയും കാണാം. അതാണ് ഇവരുടെ പ്രത്യേകത. ഒരു സാധാരണ ലവ് ബേർഡിനെ ഇവരുടെ കൂടെ ഇട്ടാൽ ആ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇതാ ഞങ്ങളുടെ കൂട്ടിലെ പുതിയ അതിഥിയാണ് കേട്ടോ, പൈനാപ്പിൾ കുനൂറാണേ. കാണിക്കാം ഞാൻ. കണ്ടില്ലേ, അവർ രാവിലെ ഞാൻ അവർക്കൊരു ആപ്പിളൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു. അവരത് കഴിച്ചിട്ട് കയറി ഇരിക്കുവാണേ. കണ്ടോ, ഇതാ ഇവിടെ ഒരാൾ ഈ എത്തിയൊക്കെ നോക്കുന്നുണ്ട്. ഇതൊരു ലുട്ടിനോ ഫിഷറാണ്. അവരും മുട്ടയിട്ടിരിക്കുക. ഞാനിടയ്ക്ക് പോയി നോക്കുകയൊക്കെ ചെയ്യും, പക്ഷേ നമ്മൾ അവരെ അങ്ങനെ ശല്യം ചെയ്യരുത് കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടണേ നമ്മൾ അവരെ ശല്യം ചെയ്യാതിരിക്കണം. ഞാൻ കണ്ടില്ല, അവൾ ഇറങ്ങിപ്പോയി. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ തുറന്നത്. കണ്ടോ, ഇന്ന് എനിക്ക് തോന്നി എൻ്റെ കിളികളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. ഇതേണ്ടേ, കണ്ടില്ലേ, ജാവയാണ് കേട്ടോ. ഓരോരുത്തരെയും കാണിക്കാം. ഇത് ഗോൾഡിൻസ് ആണേ, അവൾ തിരിഞ്ഞിരിക്കുന്നു. ഇത് സാധാരണ എൻ്റെ ഫിഞ്ചസുകളാണ് കേട്ടോ. ഞാൻ ഈ കൂടും ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. അപ്പം പിന്നെ അതൊന്ന് കാണിക്കാമെന്ന് കരുതി. ഇതിൽ ഞങ്ങൾ പുതിയ കുറച്ച് വൈറ്റ് ഫിഞ്ചസിനെ കൂടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. ഞാൻ കാണിക്കാം കേട്ടോ. വൈറ്റ് ഫിഞ്ചസ് അത് ചിക്സാണ് കേട്ടോ, കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇതിൽ ജാവയുണ്ട്, ഒരു റെഡ് ഐ ജാവയുണ്ട്. കാണിക്കാം എല്ലാവരും. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ ഇങ്ങോട്ട് ഓടുക. കണ്ടില്ലേ, കുറച്ച് വൈറ്റ് ഫിഞ്ചസ് ഇരിക്കുന്നത്. അവരെല്ലാവരും ഒന്നിച്ച് കിടന്നോളും, യാതൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ പല്ല് കയറാതെ സൂക്ഷിച്ചാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും അവരെല്ലാം ഇങ്ങോട്ട് പറക്കുക. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കിടന്ന് പറക്കുവാണേ. കണ്ടോ, വൈറ്റിരിക്കുന്നത്. അവർക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ല. കണ്ടില്ലേ, നോക്കുക. ഇതാരാണപ്പോൾ കൂട്ടി കയറിയെന്നൊക്കെ ഇങ്ങനെ നോക്കുക. എപ്പോഴും എന്നത്തിനാണ് കയറി വരുന്നതെന്നൊക്കെ ആയിരിക്കും നോക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കെല്ലാം ഇവരുടെ കൂട്ടി കയറി നോക്കാറുണ്ട്. മെയിനായിട്ടും പല്ല് കയറുന്നതുകൊണ്ട് ഒരു പേടിയുണ്ട് കേട്ടോ. ഇവർ മുട്ടയിട്ടാലും നമുക്കങ്ങനെ വലിയ ഒരു ഭീഷണിയാണ് ഈ പല്ല്. ഇപ്പോൾ ഭാഗ്യത്തിനൊരു കുഞ്ഞുണ്ടായി ഇരിപ്പുണ്ട്. ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടില്ലേ, ഒരു കുഞ്ഞുണ്ടായി ഇരിപ്പുണ്ട്. അത് ബ്ലാക്ക് ചിക്കിൻ്റെ കുഞ്ഞാന്ന് തോന്നുന്നു. കണ്ടില്ലേ, കൂടൊരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മുട്ടയിടാനുള്ള ഇതാണ്. കണ്ടോ, കണ്ടില്ലേ. അപ്പോൾ എന്താ, ഇതായിരിക്കും കുറച്ച് ഫിഞ്ചസ്. ഇതൊന്നും ഇവർക്കെല്ലാം ഞാൻ കാത്തള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ജോഡി ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കാലിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം
നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്കും ചെയ്തോളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.